നമസ്കാരം. മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയതും മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയതുമൊക്കെ വളരെ സന്തോഷത്തോടെയാണ് മലയാളികൾ ഏറ്റെടുത്തത്. മലയാള സിനിമയുടെ നെടുംതൂണുകൾ എന്നാണ് താരരാജാക്കന്മാരെ വിശേഷിപ്പിക്കാറുള്ളത്. മലയാളത്തിലെ ഏറ്റവും താരരാജാക്കന്മാരായ ഇരുവരുടെയും സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരേ കാലഘട്ടത്തിൽ താരങ്ങളായി മാറിയവരാണ് മോഹൻലാലും മമ്മൂട്ടി. തുടക്കകാലം മുതൽ പരസ്പരം താങ്ങായി തന്നെ ഇരുവരും മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമയ്ക്ക് അപ്പുറമാണ് തങ്ങളുടെ സൗഹൃദമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മോഹൻലാൽ ശബരിമലയിലെത്തിയത്. പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്തെത്തിയത്. തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ന് രാവിലെയോടെ നിർമ്മാല്യം തൊഴുത് മലയിറങ്ങി. ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് അർപ്പിച്ചിട്ടുണ്ട്. പുതിയ ചിത്രം എമ്പുരാൻ റിലീസിനിരിക്കെയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത്. മമ്മൂട്ടിക്കുള്ള വഴിപാടിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ച തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. 74-ാം വയസ്സിലും സൗന്ദര്യവും യൗവനവും നിലനിർത്തുന്ന മഹാനടൻ മമ്മൂട്ടിക്ക് എങ്ങനെ ക്യാൻസർ ബാധിച്ചു എന്നതാണ് എവിടെയും ഉയർന്ന ചോദ്യം. എണ്ണയിൽ പൊരിച്ചതും പൊള്ളിച്ചതുമൊക്കെ ഒഴിവാക്കി ആവിയിൽ പുഴുങ്ങിയ ഇലകളും പച്ചക്കറികളുമായി ഷൂട്ടിംഗ് സൈറ്റുകളിൽ പോയിരുന്നയാളാണ് മമ്മൂട്ടി. ലഹരിയും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഒഴിവാക്കി ജീവിതത്തിൽ കർക്കശതയും കൃത്യതയും പുലർത്തിയിരുന്ന നടന് കുടലിൽ അർബുദം ബാധിച്ചതോടെ ആരാധകർ ഞെട്ടിയിരിക്കുകയായിരുന്നു. എല്ലാവരും ചോദിക്കുകയാണ്, മമ്മൂട്ടിക്ക് എങ്ങനെയുണ്ടായി ക്യാൻസർ എന്ന്. വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ മമ്മൂട്ടി ഉടൻ റേഡിയേഷൻ ആരംഭിക്കുകയാണ്. കുറഞ്ഞത് ചികിത്സയ്ക്ക് ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. രോഗത്തിന്റെ തീവ്രത എത്രയെന്നും ഏതുതരം ചികിത്സ വേണ്ടിവരും എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിഗണനയിലുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 1.5 മാസം മുൻപ് തന്നെ വിദഗ്ധ പരിശോധനയിൽ മമ്മൂട്ടിക്ക് അർബുദബാധയുടെ തുടക്കമാണെന്ന നിരീക്ഷണങ്ങൾ ഡോക്ടർമാർക്കുണ്ടായിരുന്നു. ആരാധകർക്കിടെ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ വ്യക്തമാക്കുമ്പോഴും രോഗത്തിന് എത്രയുണ്ട് തീവ്രത എന്നതാണ് ഏവരുടെയും ആശങ്ക. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേളയെടുത്താണ് മമ്മൂട്ടിയുടെ അടിയന്തര ചികിത്സ. 16 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഒരു മുഴുനീള സിനിമ കൂടിയാണിത്. വിവിധ ഇടങ്ങളിലായി ചിത്രീകരിക്കേണ്ട ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നും മാസങ്ങളോളം വിശ്രമം വേണ്ടിവരുമെന്നുമാണ് പൊതുവായ വിലയിരുത്തൽ. കീമോ ഉൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമായി വന്നാൽ മമ്മൂട്ടി തൽക്കാലം സിനിമയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. അവശ്യ സാഹചര്യത്തിൽ കുടലിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ കുടലിലെ ക്യാൻസർ അത്രയേറെ ഭയപ്പെടാനുള്ളതല്ലെന്നാണ് ഓങ്കോളജി വിദഗ്ധർ പറയുന്നത്. എന്നാൽ രോഗബാധ മമ്മൂട്ടി എന്ന മഹാനടന്റെ കരിയറിനെയും സിനിമയെയും ബാധിക്കുമോ എന്നതിലാണ് ഇപ്പോഴത്തെ ആശങ്കയുള്ളത്. മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വസതിയിലാണുള്ളത്. ഇവിടെ നിന്ന് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങി വരത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത്. റേഡിയേഷൻ ഫലപ്രദമല്ലെന്ന് കണ്ടാൽ ക്യാൻസർ ചികിത്സയ്ക്ക് പ്രസിദ്ധമായ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചനയുള്ളതായി അറിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ നിലയിൽ മമ്മൂട്ടിയുടെ ആരോഗ്യനില മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷിക്കുന്നുണ്ട്. തുടക്കഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ 6 മാസമായി മമ്മൂട്ടിക്ക് വിശപ്പ് കുറവും ഛർദിയും ക്ഷീണവും ഉണ്ടായിരുന്നതായാണ് സംസാരം. ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസ് ചെയ്തത്. കുറച്ചു ദിവസങ്ങളായി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പങ്കുവച്ചിരുന്നില്ല. പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും താമസിക്കാതെ തന്നെ സിനിമയിൽ സജീവമാകുമെന്നൊക്കെ മമ്മൂട്ടിയുടെ PR ടീം പറയുന്നു. ആരോഗ്യത്തിലെ ഗുരുതരാവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളും അറിയിക്കുന്നത്. അടുത്തിടെ മമ്മൂട്ടിയും മോഹൻലാലും സൗഹൃദത്തിന്റെ ആഴത്തെക്കുറിച്ച് നടി സുഹാസിനി പരാമർശിച്ചിരുന്നു. ഭർത്താവ് സംവിധായകൻ മണിരത്നം പറഞ്ഞ കാര്യങ്ങളാണ് സുഹാസിനി പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ കഥ പറയാൻ മണി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഒരു ചെറിയ പയ്യൻ വന്ന് ഒരു വടിയെടുത്ത് മമ്മൂട്ടി അവനെ ഓടിച്ചു. ആരാണിതെന്ന് ചോദിച്ചപ്പോൾ അവൻ മോഹൻലാലിന്റെ മകനാണെന്ന് പറഞ്ഞു. മണി ഷോക്കായി. സ്വന്തം മകനെ പോലെ മമ്മൂട്ടി 2 അടി മമ്മൂട്ടി അവന് കൊടുക്കുന്ന കാര്യം മണി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹാസിനി ഓർത്തു. ഇതേക്കുറിച്ച് മോഹൻലാലും സംസാരിക്കുകയുണ്ടായി. മലയാളത്തിലെ അഭിനേതാക്കൾ തമ്മിൽ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധങ്ങളുണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. 40 വർഷമുള്ള സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുമായെന്നാണ് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്.
കരിയറിലെ തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. അടുത്തിടെ ഇരുവരും തമ്മിൽ മത്സരമുണ്ടോ, മമ്മൂട്ടിയെ നായകനാക്കി മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം മോഹൻലാൽ മറുപടി പറഞ്ഞിരുന്നു. ഞാനും മമ്മൂട്ടിയും 55 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ്. എന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ സിനിമകളും വ്യത്യസ്തമാണ്. ഞങ്ങൾക്ക് മത്സരമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുക. അങ്ങനെ ഒരു സിനിമയുടെ പ്രൊഡക്ഷനൊക്കെ എളുപ്പമല്ല. ഞങ്ങൾക്ക് മത്സരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സിനിമയിൽ വന്ന സമയം സിനിമയുടെ സുവർണകാലമാണ്. ഒരുപാട് സംവിധായകർ, കഥ, നിർമ്മാതാക്കൾ ആ സമയത്ത് എത്തിപ്പെട്ടു എന്നതാണ് ഭാഗ്യം. SP പിള്ള, ശിവാജി സർ, അമിതാഭ് ബച്ചൻ, പത്മിനിയമ്മ, വേണുചേട്ടൻ, ഗോപിച്ചേട്ടൻ അങ്ങനെ പലർക്കൊപ്പവും അഭിനയിച്ചു. ഇതിലൊന്നും മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിച്ചാൽ കുഴപ്പമാകും. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയല്ലാതെ സിനിമകൾ ചെയ്യേണ്ടതുണ്ട്. നാളെ അങ്ങനെയൊരു കഥയുമായി ഒരാൾ വന്നാൽ തീർച്ചയായും ആലോചിക്കും. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ, കോസ്റ്റ് എല്ലാം നോക്കേണ്ടതുണ്ട്. രണ്ടുപേരെ വെച്ചൊരു സിനിമ ചെയ്യുന്നതിന്റെ സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. മമ്മൂട്ടിയുമായി വളരെ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് പോകുന്നത്. എപ്പോഴും വിളിക്കാറും സംസാരിക്കാറുമുണ്ട്. ഞങ്ങളുടെ മക്കളും കുടുംബവും പോലെ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ മമ്മൂട്ടിയെ വിളിക്കുമെന്നല്ല, എനിക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമെന്നുമൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹം തിരിച്ചുമെന്ന് മോഹൻലാൽ പറയുന്നു. 1982 ഇരുവരും ആദ്യമായി പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. നവോദയയുടെ പടയോട്ടം എന്ന സിനിമയിലായിരുന്നു അത്. അതിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. പിന്നാലെ IV ശശി സംവിധാനം ചെയ്ത അഹിംസ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ഇതാ ഇന്നു മുതൽ, അതിരാത്രം, അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അനുബന്ധം, കരിമ്പീൻ പൂവിനക്കരെ, കണ്ടറിഞ്ഞു, കയ്യിലെ കാറ്റ് പോലെ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അടിമകൾ, ഉടമകൾ തുടങ്ങി 51 സിനിമകളിൽ ഇരുവരും ഒരുമിച്ചെത്തി. അതിലേറെയും സംവിധാനം ചെയ്തത് IV ശശിയാണ്. 1998 ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമ ഇരുവരുടെ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടി. രണ്ട് താരങ്ങളുടെയും ആരാധകർക്ക് വേണ്ടി രണ്ട് രീതിയിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് സീൻ വാർത്തകളിൽ നിറയുകയും ചെയ്തു. 2000 ഷാജി കല സംവിധാനം ചെയ്ത നരസിംഹത്തിൽ നായകൻ മോഹൻലാലായിരുന്നു. പക്ഷേ നായകന്റെ അച്ഛനെ രക്ഷിക്കാനെത്തുന്ന വക്കീലായി മമ്മൂട്ടി സിനിമയിൽ കസറി. പൂവള്ളി ഇന്ദുചൂടനെയും അഡ്വക്കേറ്റ് നന്ദഗോപൻ മാരാരെയും ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല. 2013 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി താരമായി എത്തിയിരുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറിൽ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല. നയൻതാരയാണ് ചിത്രത്തിൽ നായികയെന്ന പ്രത്യേകതയുമുണ്ട്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത്. ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ്. മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു. ശ്രീലങ്ക, ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളാണ് ഷൂട്ടിംഗ്. ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇതിനു മുമ്പ് 2020 എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ. നവാഗതനായ ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലെത്തും. മോഹൻലാലിന്റെ എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളാണ് റിലീസിനുള്ളത്. ഈ മഹേഷ് നാരായണൻ ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പകുതി വഴിക്ക് മുടങ്ങിയെന്നും വാർത്തകൾ പരന്നിരുന്നു. ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ രംഗത്ത് വന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തകർക്കാമെന്ന ഗവേഷണത്തിലാണ്. യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാസൃഷ്ടിയാണെങ്കിലും കോടികൾ മുടക്കുന്നുള്ള ബിസിനസ് കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.